CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPIഎമ്മിൻ്റെ 15 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നു. കാസർഗോഡ് MP ബാലകൃഷ്ണ മാസ്റ്റർ, കണ്ണൂർ MP ജയരാജൻ, കൊടകര KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്, പൊന്നാനി KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ, ചാലക്കുടി പ്രൊഫസർ C രവീന്ദ്രൻ മാസ്റ്റർ, എറണാകുളം KJ ഷൈനി ടീച്ചർ, ഇടുക്കി ജോയ്സ് ജോർജ്, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ TN തോമസ് ഐസക്, കൊല്ലം M മുകേഷ്, ആറ്റിങ്ങൽ V ജോയി. ഇതാണ് 15 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിൽ പാർട്ടി PB മെമ്പർമാർ, PB മെമ്പർ, സെൻട്രൽ കമ്മിറ്റി അംഗം, പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. ഇതാണ് KS ഹംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് സ്വതന്ത്രമാരില്ല. സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണെന്ന് എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല. ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല. പക്ഷേ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഇത് അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരാളെ മത്സരിപ്പിക്കാൻ കൃത്യമായ എല്ലാവരും ഒരു കാര്യകാരണ നിയമമുണ്ട്. നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതെന്താണ് നിങ്ങൾക്കല്ലേ മനസ്സിലാക്കുക. നിങ്ങൾ വിശദീകരിച്ചു. കാൻഡിഡേറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ടല്ലേ മത്സരിപ്പിക്കുന്നത്. കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ പരിധി കണക്കില്ല ചെയ്യുക. ഇപ്പം കാൻഡിഡേറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ മത്സരിക്കുക. ഉപതെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ എത്രയാ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ. ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവമാണല്ലോ. അത് UDFന്റെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗമായിട്ടും ജയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പല്ല ആകെ തന്നെ ചിലവല്ലേ. ചിലവൊഴിവായിട്ട് എന്തെങ്കിലും നടക്കുമോ? മുകേഷ് എത്രയോ കൊല്ലമായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് MLA ആയിട്ട് നിൽക്കുകയല്ലേ. അവിടെ സ്ഥാനാർത്ഥിയില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് അരിവാൾപ്പിക്ക് നക്ഷത്രത്തിൽ ജയിച്ചിട്ടുള്ള ആളല്ലേ മുകേഷ്. അതിന് നിങ്ങൾക്ക് എന്താ സംശയം? അല്ല, പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ BJPയുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്കുണ്ടായി വരികയില്ലേ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവർ ഒരാളിപ്പോൾ തന്നെ BJP ചേർന്നു, ഇതിനകം തന്നെ BJP ചേർന്നു. ഇനി ആരൊക്കെയാണ് BJP ചെയ്യുന്നത് നോക്കിയാൽ മതി. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ഭയം വേണ്ട. ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ച പോലെ ഇപ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യവും പരിഗണിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ ഈ ലിസ്റ്റ് വായിച്ചു നോക്കിയല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
യുവാക്കളുണ്ട്, നല്ല പ്രായമുള്ളവരുണ്ട്, അത്ര പ്രായമില്ലാത്തവരുണ്ട്. എല്ലാവരും ചേർന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത്. IL രണ്ട് ഭാഗവുമായിട്ടും യോജിച്ച് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, വഹാബ് ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്നില്ല. RJD ഉൾപ്പെടെയുള്ള എല്ലാവരുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, അതെല്ലാം വെച്ചുകൊണ്ട് അവരൊക്കെയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വഹാബിൻ്റെ പാർട്ടിയുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരെല്ലാം LDFൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അല്ല, അതൊക്കെ ഓരോ ഘട്ടത്തിൽ നമ്മൾ വരുന്ന സന്ദർഭങ്ങളിൽ ഓരോന്നും കൈകാര്യം ചെയ്യാൻ പറ്റുക. എന്തെങ്കിലും ഓഫർ കൊടുത്തുകൊണ്ടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ലേ. ആ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും എന്തെങ്കിലും സ്വാഭാവികമായിട്ടും പറയാനുണ്ടായ കാര്യങ്ങളെല്ലാം പരസ്പരം കേട്ട് മനസ്സിലാക്കി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ്. വഹാബിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിലപാട്. ചുമതല കൊടുക്കും. അല്ല, അതാത് ജില്ലാ കമ്മിറ്റികളാണ് തീരുമാനിക്കുക. താൽക്കാലിക സെക്രട്ടറിമാരെയാണ് നമ്മൾ എടുക്കുന്നത്. കണ്ണൂരും അതെ. 3 സ്ഥലത്തും ഇപ്പോൾ താൽക്കാലിക സെക്രട്ടറിമാരെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആരാണെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ പറയും. അതാ ഞാൻ പറഞ്ഞത്, ഇനി ആരാണ് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും. അതെ, പുതിയ സെക്രട്ടറി ഇപ്രാവശ്യം അങ്ങനെ വരുന്നില്ല. ഇപ്രാവശ്യം ആ രീതിയിലല്ല കാണുന്നത്. ഇപ്രാവശ്യം എല്ലാ 3 സ്ഥലത്തും 3 ജില്ലയിലാണ്. ആ 3 ജില്ലയിലും ആക്ടിംഗ് സെക്രട്ടറിമാരാണ് വരിക. അത് കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ച് പറയുന്നേ ഉള്ളൂ. കോൺഗ്രസ് ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെ BJP കൂട്ടും പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ അവർ തമ്മിലാണ് ഐക്യവും പ്രശ്നങ്ങളിലുള്ളത്. CPIM ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ശത്രു എന്ന് കോൺഗ്രസും, CPIM ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് BJP പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കേരളത്തിൽ ഒരു അന്തർധാര യഥാർത്ഥത്തിൽ ഈ BJPയും കോൺഗ്രസും തമ്മിലാണ് ഉള്ളത്. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനാകുന്നത്. അല്ല, ഇവിടെ പഞ്ചാബിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ഇവിടെ ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നേ ചെയ്യുക, അതിൽ യാതൊരു തർക്കവും വേണ്ട. അത് കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായി പ്രതിനിധീകരിക്കാൻ സാധിക്കുക CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെന്ന് ഞാൻ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു വെച്ചു. അതാണ്